Meet the editors. ഉത്തരത്തിൽ ആശങ്കയോ അഥവാ ഉത്തരം പറയുന്നതിൽ ആശങ്കയോ എന്നതാണ് ചോദ്യം. മാധു, ഇന്ന് സുപ്രീം കോടതി 9-അംഗ ബെഞ്ചുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കോടതി ഇന്ന് ചീഫ് ജസ്റ്റിസ് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിലാദ്യം പരിഗണിക്കുക ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറയുന്നു. അപ്പോൾ അതിൽ വാദവും പ്രതിവാദവും നടക്കും. അതിനുള്ള ദിവസങ്ങളടക്കം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനുശേഷം നിയമമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഉത്തരം വ്യക്തമാണോ? ഉത്തരത്തിൽ ആശങ്കയുണ്ടോ? വ്യക്തമായൊരു ഉത്തരം പറയണമെങ്കിൽ ഒന്നുകിൽ എസ് എന്ന് പറയണം, അല്ലെങ്കിൽ നോ എന്ന് പറയണം. നിയമമന്ത്രി ഇന്ന് എസ് ഓർ നോ പറയാനുള്ള സാഹചര്യമല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളിതിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നോക്കൂ, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കോടതിയിൽ പുരോഗമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് നോക്കൂ, ഇതൊരു സാഹചര്യമാണ്, ഇതൊരു പ്രതിസന്ധിയാണ്. ഇത്രമേൽ വിവാദമായൊരു വിഷയത്തിൽ, ഇത്രമേൽ സാമുദായിക സഹോദര്യവുമായി ബന്ധപ്പെട്ട സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഉത്തരം പറയേണ്ടി വരിക എന്ന് പറയുന്നത് വലിയ പരിമിതിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് തലയിലും ഏത് സാഹചര്യത്തിൽ നോക്കിയിട്ടുണ്ട് എങ്കിലും ഇരുതല മൂർച്ചയുള്ള ഒരു വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഒരു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിൽ നിന്ന് അതിന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം വലിയ പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒന്നു തന്നെയാണ്. പക്ഷേ ഇന്നതിൽ കൃത്യത നിയമമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഒരു ഉത്തരം പറയാൻ താൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എസ് ഓർ നോ പറയാൻ എന്ന സാഹചര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസും അല്ല നോയും അല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ വ്യക്തത. അതുകൊണ്ട് തന്നെ ഉത്തരത്തിൽ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ന് ജയദീപ് ഗുപ്ത കോടതിയിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സോ ഫാർ ദ സ്റ്റേറ്റ് ഹാഡ് സപ്പോർട്ടഡ് ദ പെറ്റീഷനേഴ്സ് ആൻഡ് ഒപ്പോസ്ഡ് ദ റിവ്യൂ എന്ന് തന്നെയാണ്. അതായത് ഈ കാര്യത്തിൽ സർക്കാരിന് 2007 സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കാനാണ് എങ്കിൽ സർക്കാരിന്റെ നിലപാട് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ ഈ പെറ്റീഷനേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, റിവ്യൂവിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലപാടാണ് ജയദീപ് ഗുപ്ത സ്വീകരിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചതെങ്കിൽ അതിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ 2007 VS അച്യുതാനന്ദൻ്റെ സമയത്തുണ്ടായ ഒരു സത്യവാങ്മൂലം അവിടെയുണ്ട്. 2016 ഫെബ്രുവരിയിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആചാരം തുടരണം, വിവേചനം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ 2016 അതേ വർഷം തന്നെ മെയ്യിൽ അധികാരത്തിൽ വന്ന സർക്കാർ എന്താണ് പറഞ്ഞത് എന്നറിയാമോ? 2007 ഒറിജിനൽ സത്യവാങ്മൂലത്തിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. ഒറിജിനൽ എന്ന വാക്ക് അവിടെയുണ്ട്. അപ്പോൾ അവരത് നിഷേധിക്കുന്നില്ല. അതിനിടയിൽ സംഭവിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ അധികാരത്തിൽ വന്ന അതേ ദേവസ്വം ബോർഡ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത്, അവരുടെ അഭിഭാഷകൻ സ്വീകരിച്ച നിലപാട് എന്ന് പറയുന്നത് സർക്കാരിന് അങ്ങനെ, അതായത് പാർട്ടി മാറുന്നതിനനുസരിച്ച് ആ നിലപാട് കൈക്കൊള്ളാൻ കഴിയില്ല എന്നാണ് അന്ന് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ അവിടെ സ്വീകരിച്ച നിലപാട് എന്നതും ഞാൻ മനസ്സിലാക്കുന്നു. അതായത് രാഷ്ട്രീയമായ വ്യത്യാസമുണ്ട്. ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്കല്ല, രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം നൽകുന്ന രണ്ട് സർക്കാരുകൾ. ഈ കേസിന്റെ അവസാനം വരെ ആ നിലപാടാണ് സ്വീകരിച്ചത്. സർക്കാർ മാറി പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷവും ഈ കേസിൽ അവസാനവും ദേവസ്വം ബോർഡ് സ്വീകരിച്ച നിലപാട് അതായിരുന്നു. അഭിഷേക് സിംഗ്വി ആയിരുന്നു ദേവസ്വം ബോർഡിന്റെ. കൃത്യമാണ്. പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റ് മാറിക്കൊടുക്കുന്ന സാഹചര്യത്തിലും സ്റ്റേറ്റ്മെന്റ് മാറുകയാണല്ലോ, സത്യവാങ്മൂലം മാറുകയാണ്. അതെ, സത്യവാങ്മൂലം മാറിക്കൊടുക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്ന സമയത്ത് അതിന് ആദ്യത്തെ സമയത്ത് തന്നെ അതായത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് തന്നെ കെ വേണുഗോപാലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ നിലപാടാണ് അവിടെ ആ സമയത്ത് തന്നെ സംശയലേശമെന്നെ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡ് ആ ഘട്ടത്തിൽ തന്നെ, അതായത് കോൺഗ്രസിന്റെ സർക്കാരിന്റെ കീഴിൽ അധികാരത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ആ സമയത്ത് തന്നെ അതിനെതിരായ നിലപാട് ആ കോടതിയിൽ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പഴയ ഒറിജിനൽ സത്യവാങ്മൂലം, ഒറിജിനൽ നിലപാട് എന്നാണ് 2016 മെയ്യിൽ ഈ സർക്കാർ പുതിയ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ കോടതിയിൽ അറിയിച്ചത് എന്നുള്ളതാണ്. 2007 എന്നുള്ളതാണ്. എന്താണ് സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല, ആർഗ്യൂ ചെയ്തപ്പോൾ പറഞ്ഞതാ. സത്യവാങ്മൂലമല്ല, പക്ഷെ നിലപാട് പറയുന്നു. അതിനുശേഷം പുനഃപരിശോധന വരുന്ന ഘട്ടത്തിലും 2007 ഒറിജിനൽ നിലപാടിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് അന്ന് കോടതിയെ അറിയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ വിഷയം
സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതാണ്. ഇന്നും വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ സർക്കാർ കൃത്യമായ നിലപാട് പറയണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. നിയമമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നത് ഇതൊരു ബൈനറിയിൽ നിൽക്കുന്ന കാര്യമല്ല. ഈ കാര്യത്തിൽ ഇനി 9 ബെഞ്ച് വാദം തുടങ്ങേണ്ടതുണ്ട്. സർക്കാരിന് വാദം എഴുതി നൽകാൻ ഉള്ള സാഹചര്യം തുറന്നു വന്നിരിക്കുന്നു. ആ ഘട്ടത്തിൽ സർക്കാർ കോടതി നിലപാട് അനുസരിച്ച് ഉള്ള തീരുമാനം അറിയിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്ന് NSS ജനറൽ സെക്രട്ടറിയും ഇന്ന് SNDPയുടെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്ന പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്ത തിരഞ്ഞെടുപ്പ് ഇതിന്റെ പേരിൽ തന്നെ ഒരു വിധിയെഴുത്തിലേക്ക് വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത്. പറഞ്ഞത് സർക്കാർ അവിടെ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല, സർക്കാരിന്റെ തീരുമാനത്തിന് പിന്തുണ എന്നാണ്. സർക്കാർ മാത്രമല്ല, ഇതിന് മുൻപ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്? സർക്കാരിന് യുവതികളെ വീണ്ടും പ്രവേശിപ്പിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പി രാജീവ് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ അവിടെ സ്റ്റേ ഇല്ല എന്നുള്ളൊരു കാര്യം. സ്റ്റേ ഇല്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം എത്ര തെരഞ്ഞെടുപ്പ് വന്നു? ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനുസാർ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവിടെ യുവതി പ്രവേശന വിഷയം ഉണ്ടായിട്ടാണോ ഇവിടെ സർക്കാർ ഉണ്ടായിരുന്നത്? ഏത് തെരഞ്ഞെടുപ്പിലാണ് വിഷയമാകാത്തത്? ഏതു തെരഞ്ഞെടുപ്പിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയം 2025 ഏതു തെരഞ്ഞെടുപ്പിലാണ്? ഈ 2019 ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഏതു തെരഞ്ഞെടുപ്പിലാണ് ശബരിമല ചർച്ചയാവാത്തൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നിട്ടുള്ളത്? ഏത് രാഷ്ട്രീയ യോഗത്തിലാണ്? പക്ഷെ അത് വോട്ടർമാരെ സ്വാധീനിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണ്. അന്ന് അടുത്ത പ്രധാനമന്ത്രി എന്ന നിലയ്ക്കുള്ള ക്യാമ്പയിനൊക്കെയാണ് ഉണ്ടായത്, ശരിയാണ്. പക്ഷേ ശബരിമല വിഷയം ചർച്ചയായിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം നിലവിലില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സുവർണാവസരം എന്ന നിലയ്ക്ക് BJP അതിനെ കണ്ടിരുന്നു, വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇപ്പോൾ ഈ ഘട്ടത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശബരിമല ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് 2 രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു. പക്ഷേ ജനങ്ങളുടെ പ്രതികരണം എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ കാണുന്ന സമയത്തെല്ലാം ജനങ്ങളെ പോയി കാണുന്ന സമയത്തെല്ലാം ശബരിമല വിഷയം ചർച്ചയാവുന്നില്ലേ? നമ്മളെല്ലാവരും എക്സിറ്റ് പോൾ എടുത്തിട്ടുണ്ടല്ലോ, നമ്മളെല്ലാവരും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടിയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരാൾ ശബരിമല ചർച്ചയാകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? രാഷ്ട്രീയ പാർട്ടികൾക്ക് ശബരിമല വിഷയം പ്രതിഫലിച്ചിട്ടില്ല എന്ന് വോട്ടിനെ സ്വാധീനിക്കുന്നതും ജനങ്ങൾ എന്തിനാണ് അഭിപ്രായം പറയുന്നത്? ജനങ്ങൾ അഭിപ്രായം പറയാം, പക്ഷെ വോട്ടിനെ സ്വാധീനിച്ചെങ്കിൽ അത് ഈ പറയുന്ന MPമാരിലെ MLAമാരൊക്കെ കാണണ്ടേ? അല്ല, കോൺഗ്രസിന് അനുകൂലമായ വിധിയെഴുത്തല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണെന്നും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്നും അദ്ദേഹം വയനാട്ടിലാണ് മത്സരിക്കുന്നതെന്നും പറയുന്നതിനേക്കാൾ വലിയ ഇമ്പാക്ട് അതിനുശേഷം നമ്മളിത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം CPM ആ വിലയിരുത്തൽ നടത്തുകയും ഭവന സന്ദർശനം നടത്തി പിഴവ് പറ്റിയെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അപ്പോൾ അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. മറ്റൊരു കാരണം രാഹുൽ ഗാന്ധി എന്ന വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടാകാം. അത് മാത്രമല്ലല്ലോ, ഇപ്പോൾ കനൽ ഒരു തരിയായി ഒതുങ്ങിയതിന്റെ കാരണം ചെയ്യുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് പല വേദികളിൽ പറയുന്നുണ്ട്. CPM ഓരോ ഇടത്തും പോയി ഓരോ വീട്ടിലും കയറി ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിശദീകരണം. ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് തോൽവി ഉണ്ടെന്ന് ഓരോ വീടുകൾ കയറി ചോദിക്കുന്നില്ല. വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരുത്തുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തോൽവി ഉണ്ടാകുമ്പോൾ ശരിയാണ്, എന്തുകൊണ്ട് തോറ്റു എന്നറിയാൻ വീട് കയറി പോകും. പക്ഷേ ആ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് വിചാരിച്ച ഒരു രാഷ്ട്രീയ വിഷയത്തിന് വേണ്ടിയിട്ട് ഓരോ വീടും കയറിയത്. അങ്ങനെ തന്നെയാണല്ലോ സാധാരണ. തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്നല്ല തിരിച്ചടി കിട്ടിയത്. പിന്നെ എന്തിനാണ് ശബരിമല വിഷയം വിശദീകരിക്കാൻ പോയത്? പിന്നെ എന്തിനാണ് ഇങ്ങനെയാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്താ വിശദീകരിക്കാൻ പോയത്? അന്നൊരു കാരണമായിരുന്നു. നിങ്ങൾ എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യമുള്ളതുകൊണ്ടാണ്. അത് ശരി. അപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട തലക്കെട്ടും പറയേണ്ട കാര്യമുണ്ട് എന്നല്ല ഞാൻ എന്റെ ഭാഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എസ്ഓർണോ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ വാദഗതികൾ പുരോഗമിക്കുന്ന സമയത്ത് അത് പരിതാപകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിധിയെടുത്ത ഒരു സാമുദായിക വിഷയത്തിലോ ഒരു മതവിഷയത്തിലോ ആകരുത് എന്ന നിർബന്ധ ബുദ്ധിയും വിശ്വാസവുമാണ് എനിക്ക് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളത്. അങ്ങനെ ഒരു എസ്ഓർണോ പറയേണ്ടി വരുന്ന സാഹചര്യം സർക്കാരിനുണ്ടാവുന്നത് പരിതാപകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഉത്തരത്തിൽ ആശങ്കയോ ചർച്ച തുടരാം. സുനിൽ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് ശബരിമല കേസ് വീണ്ടും സുപ്രീം കോടതിയിൽ സജീവമാകുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുപക്ഷെ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മാസം അത് ഏപ്രിൽ മാസമാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 6-നായിരുന്നു വോട്ടെടുപ്പ്. അപ്പോൾ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം സുപ്രീം കോടതിയിൽ ശബരിമല കേസിൽ വാദം കേൾക്കൽ തുടങ്ങുന്നു, വാദം കേൾക്കൽ നടക്കുന്നു. അപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ
സുപ്രീം കോടതിയിൽ നിന്ന് ശബരിമല കേസുമായി ബന്ധപ്പെട്ട ചൂടുള്ള വാർത്തകൾ കൂടി വരും. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ നിലപാട്, എന്താണ് സർക്കാർ പറയുന്നത് എന്നൊക്കെ വലിയ ചർച്ചാ വിഷയമാക്കാൻ കേരളത്തിൽ പ്രതിപക്ഷത്തിന് സാധിക്കും. അതൊക്കെ തന്നെ പ്രതിപക്ഷം സ്വാഭാവികമായും ശക്തമായി ഉന്നയിക്കും. ഏതായാലും ഞാൻ ഇതിനെ വളരെ ആശ്ചര്യത്തോടെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഇത്തരം കേസുകളൊക്കെ, പ്രത്യേകിച്ച് രാഷ്ട്രീയമായി വലിയ സ്വാധീനമുണ്ടാക്കുന്ന, ചലനമുണ്ടാക്കുന്ന കേസുകൾ പരമോന്നത കോടതിയിൽ വരുന്നൊരു സാഹചര്യത്തെ ഞാൻ വളരെ കൗതുകത്തോടെയാണ് കാണുന്നത്. അതത്ര നിഷ്കളങ്കമായി തന്നെ കാണേണ്ടതുണ്ട് എന്ന് ഊട്ടി അതെ. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാം മമതാ ബാനർജിക്കെതിരെയുള്ള ശാരദാ ചിട്ടിതട്ടിപ്പ് കേസ് വരും. ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഉൾപ്പെടുന്ന ഖനി മൈൻ കേസുകളൊക്കെ തന്നെ സുപ്രീം കോടതിയിൽ വരും. ഒരുപക്ഷെ ഇനി ഡൽഹിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ മദ്യക്കോഴയുമായി ബന്ധപ്പെട്ട കേസ് വരും. അങ്ങനെ നമുക്ക് വളരെ കൗതുകം തോന്നുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഈ കേസുകൾ ലിസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലുണ്ട്. നമുക്കറിയാലോ, എനിക്ക് തോന്നുന്നു 2020 അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിൽ 9-അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഈ കേസ് വിടുന്നത്, അതിനുവേണ്ടി 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത്. അതിനുശേഷം ഇന്ന് വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു നീക്കവും സുപ്രീം കോടതിയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സുപ്രീം കോടതിയിൽ ഈ കേസ് നേരത്തെ പരിഗണിച്ചൊരു തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെട്ട് ഒരു അപേക്ഷയും ഇതുവരെ വന്നിട്ടില്ല. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി സുപ്രീം കോടതി ലിസ്റ്റിൽ ഇപ്പോൾ ഇന്ന് കേസ് പരിഗണിക്കാൻ പോകുന്നുവെന്ന് വരുന്നത്. ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുകയും മാത്രമല്ല അതിവേഗത്തിൽ ഈ കേസിൽ നേരത്തെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനിച്ച 7 ചോദ്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി നിശ്ചയിക്കുകയും അതിനുവേണ്ടി 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ പോകുന്നു. കേസ് ഏപ്രിൽ മാസത്തിൽ തന്നെ വാദം കേട്ട് തീരുമാനമെടുക്കാനും പോവുകയാണ്. ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് നടക്കുന്ന മാസമാണ്. ആ മാസത്തിലാണ് ശബരിമലയിൽ ഈ കേസ് വരാൻ പോകുന്നത്. നമ്മൾ സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ, ജുഡീഷ്യറിയിലെ സാഹചര്യം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഗംഗാജലം മാത്രമേ ഞാൻ കുടിക്കൂ എന്ന് പറയുന്ന ഒരു ജഡ്ജി ഇന്ന് സുപ്രീം കോടതിയിലുണ്ട്. ആ ജഡ്ജിയുടെ പേരാണ് സഞ്ജയ് കരോൾ എന്നത്. അദ്ദേഹം വിദേശത്ത് പോയപ്പോൾ ഗംഗാജലവുമായിട്ടാണ് അദ്ദേഹം വിദേശത്തേക്ക് പോയത്. അതുമാത്രമേ അദ്ദേഹം കുടിക്കൂ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. VR കൃഷ്ണയ്യരെ പോലുള്ള ജഡ്ജിമാർ വലിയ ചരിത്രപരമായ വിധികൾ പുറപ്പെടുവിച്ച കാലത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ, തൊഴിലാളികൾക്കെതിരെയുള്ള വിവേചനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ മനുഷ്യാവകാശം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരുപാട് വിധികൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യരൊക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലത്ത് നിന്ന് പുതിയ കാലത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ജുഡീഷ്യറിയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി കാണുന്നത്. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ കോടതി ലക്ഷ്യമായി പോകും. ഏതായാലും ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ വളരെ കൗതുകത്തോടെയാണ് ഈ കേസുകളുടെ ലിസ്റ്റിംഗ് നമ്മൾ അടുത്ത കാലത്തായിട്ട് സുപ്രീം കോടതിയിൽ വരുന്നത്. പ്രധാനപ്പെട്ട അഭിഭാഷകർ പോലും വലിയ ആശ്ചര്യത്തോടെയാണ് ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. ഇനി കൗതുകമുള്ളത് ഈ 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ആരൊക്കെ വരാൻ പോകുന്നു എന്നതാണ്. 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഈ കേസ് പരിഗണിക്കാൻ പോകുന്ന ബെഞ്ചിൽ ആരൊക്കെ വരാൻ പോകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നോക്കൂ, സമീപകാലത്ത് അസമിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് പോയിന്റ് ബ്ലാങ്ക് ഷൂട്ട് എന്ന പേരിലായിരുന്നു ആ വീഡിയോ വന്നത്. ആ വീഡിയോയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തോക്ക് ചൂണ്ടി നിൽക്കുന്നു. ആ തോക്കുന്നം പിടിക്കുന്നത് 2 മുസ്ലിങ്ങളെയാണ്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരികയും അത് വലിയ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തപ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി സുപ്രീം കോടതിയിൽ വന്നു. ഈ കേസിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഒരുപക്ഷേ ഒരു സർക്കാരിനെ തന്നെ വേണമെങ്കിൽ പിരിച്ചുവിടാൻ സുപ്രീം കോടതിക്ക് തീരുമാനമെടുക്കാൻ ശക്തമായ തെളിവുകളുള്ളൊരു കേസായിരുന്നു അത്. പക്ഷേ ആ തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി പോയിട്ടില്ല. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഏതായാലും ഈ കേസിൽ വരാൻ പോകുന്ന 9-അംഗ ഭരണഘടനാ ബെഞ്ച് എങ്ങനെയായിരിക്കും എന്നത് തീർച്ചയായും കൗതുകമുള്ള വിഷയം തന്നെയാണ്. ഏതായാലും ശബരിമല കേസിൽ നമുക്കറിയാം, ഇപ്പോൾ മാധു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2007 VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് ആദ്യമായി സംസ്ഥാന സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകുന്നത്. ആ സത്യവാങ്മൂലത്തിലാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശം അത് ഉയർത്തിപ്പിടിക്കണം എന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്, സ്റ്റേറ്റ് ഡ്യൂട്ടി ടു പ്രൊട്ടക്ട് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, റേസ്, സെക്സ് ആൻഡ് റിലീജിയൻ എന്നാണ് സംസ്ഥാന സർക്കാർ എന്ന ആ സത്യവാങ്മൂലത്തിൽ ഉപയോഗിച്ച വാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ശബരിമലയിൽ എല്ലാ വിഭാഗത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നൽകണം എന്ന സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമായി പറഞ്ഞു. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ട് പുതിയൊരു സത്യവാങ്മൂലം നൽകി. പിൻവലിച്ചില്ല, മറ്റൊരു സത്യവാങ്മൂലം കൂടി നൽകിക്കൊണ്ട് സുപ്രീം കോടതിയിൽ പറഞ്ഞു, ആചാരം സംരക്ഷിക്കണം.
എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, അത് 2016 ഫെബ്രുവരി 4-നായിരുന്നു. അതിൽ പറഞ്ഞത് വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിക്കണം, കമ്മീഷൻ ഓഫ് സ്കോളേഴ്സ് എന്നാണ് പറഞ്ഞത്. ആ സമിതിയുടെ ഉപദേശം കേട്ട ശേഷം ഒരു തീരുമാനമെടുക്കണം. അതായിരുന്നു അന്നത്തെ സത്യവാങ്മൂലത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ കോടതിയിൽ പറഞ്ഞത്. പിന്നീട് സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലങ്ങളൊന്നും സർക്കാരുകൾ നൽകിയിട്ടില്ല. പക്ഷേ 2017 ഈ കേസ് വാദത്തിനായി എടുത്തപ്പോൾ അന്ന് നിങ്ങൾ എന്ത് നിലപാടാണ് നിങ്ങളുടേതെന്ന് സംസ്ഥാന അഡീഷണൽ അഫിഡേവിറ്റ്, അതിനൊരു അഡീഷണൽ അഫിഡേവിറ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. മറ്റ് ഞാൻ എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്, ഇത് ഈ സാധനം 2007 അഫിഡേവിറ്റ് പിൻവലിച്ചിട്ട് പുതിയ അഡീഷണൽ അഫിഡേവിറ്റിൽ പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ. എന്താന്ന് പറയുകയാണെങ്കിൽ ഒരു മതപണ്ഡിതരുടെ ഒരു വിദഗ്ധ സംഘത്തെ വെക്കണം. ആ സംഘം തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണം. ഇത് മാത്രമേ അതിന്റെ കൂടെയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും അതിനകത്തില്ല. അതെ, ഏതായാലും അത് അക്കാര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കി. മാധു പറഞ്ഞതുപോലെ തന്നെ 2007 നൽകിയിട്ടുള്ള ഒറിജിനൽ അഫിഡവിറ്റിനൊപ്പമാണ് ഞങ്ങളെന്ന് നിലപാട് അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ 2018 സുപ്രീം കോടതിയുടെ വിധി വന്നത്. അന്ന് ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജിമാർ ജസ്റ്റിസ് റോഹിന്തൻ നരിമാൻ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അതുപോലെ തന്നെ ജസ്റ്റിസ് AM ഖാൻവീൽക്കർ, അതുപോലെ ജസ്റ്റിസ് ദീപക് മിശ്ര. ജസ്റ്റിസ് ദീപക് മിശ്ര അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ 4 ജഡ്ജിമാരാണ് ഈ കേസിലെ വിധിയെ ഭൂരിപക്ഷമായി ഈ വിധിയെ അനുകൂലിച്ചത്. അതിൽ എതിർത്ത് വിധി പറഞ്ഞത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമായിരുന്നു. അന്ന് ഈ കേസ് പുനഃപരിശോധിക്കാനേ കഴിയില്ല എന്നായിരുന്നു ഈ 4 ജഡ്ജിമാരും. പിന്നീട് സുപ്രീം കോടതിയിൽ ഓരോ ദിവസവും പുനഃപരിശോധനാ ഹർജികളൊക്കെ വന്നപ്പോൾ എടുത്ത നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ 60-ലധികം പുനഃപരിശോധനാ ഹർജികൾ വന്നു. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ വന്ന ശേഷമാണ് ഈ കേസിൽ ഒരു പുനഃപരിശോധന നടത്തുന്ന കാര്യം ആലോചിക്കാം, പക്ഷേ പുനഃപരിശോധനാ ഹർജികൾ അംഗീകരിച്ചിട്ടില്ല, ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായി ഇപ്പോൾ കേസ് സുപ്രീം കോടതിയിൽ വരികയാണ്. ഇപ്പോൾ രാഷ്ട്രീയമായി ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്നതാണ്. നേരത്തെ 2018 സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ഈ വിധി നടപ്പാക്കാനുള്ള തീരുമാനം അന്ന് സംസ്ഥാന സർക്കാർ എടുത്തു. അന്ന് അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് ആ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അതാണ് ഇന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത്, ശബരിമലയിൽ ഇപ്പോൾ യുവതികൾ കയറുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ഇതിലൊക്കെ അവർക്ക് കൃത്യമായി ഉറപ്പുണ്ട്. സംസ്ഥാന സർക്കാർ ആ നടപടിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നത് കേരളത്തിലെ സാമുദായിക സംഘടനകൾക്ക് ഒരു എതിർപ്പുമില്ലാത്ത കാര്യമാണ്. ഏതായാലും കൃത്യമായി അവർ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് സർക്കാർ ശബരിമലയിൽ ഇനിയിപ്പോൾ 2018 വിധി നടപ്പാക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് സർക്കാർ നിലപാട് പറയൂ, നിങ്ങൾ yes or no പറയൂ. ഇത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളൊക്കെ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ 4 വോട്ടിന് വേണ്ടി പറയുന്ന ഒരു ചോദ്യമാണ്. സുപ്രീം കോടതിയിൽ പോലും ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് അറിയിക്കേണ്ട സാഹചര്യമില്ല. കാരണം സുപ്രീം കോടതി 9-അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാൻ പോകുന്നത് 7 ചോദ്യങ്ങളാണ്. ആ 7 ചോദ്യങ്ങളിലും ശബരിമല എന്നൊരു വിഷയം തന്നെയില്ല. 5-അംഗ ഭരണഘടനാ ബെഞ്ച് തയ്യാറാക്കിയിരിക്കുന്ന 7 ഭരണഘടനാപരമായ ചോദ്യങ്ങൾ, അത് ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങളിൽ കോടതിക്ക് മതവിശ്വാസങ്ങളിൽ എത്രത്തോളം ഇടപെടാം എന്നതടക്കമുള്ള 7 ചോദ്യങ്ങളിൽ ശബരിമല വരുന്നേയില്ല. ആ ചോദ്യങ്ങൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ മറുപടി നൽകിയാൽ മതി. ഇപ്പോൾ 14-ാം തീയതിക്ക് മുൻപ്, മാർച്ച് 14-ാം തീയതിക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ രേഖാമൂലം സുപ്രീം കോടതിയിൽ നൽകാൻ പോകുന്ന മറുപടിയിലും അത് മാത്രമേ ഉണ്ടാകൂ. അതിനുശേഷം ഒരുപക്ഷെ കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് കോടതി ചോദിക്കുകയാണെങ്കിൽ മാത്രം മറുപടി നൽകിയാൽ മതി. ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാർ അങ്ങനെയേ ഒരു മറുപടി നൽകാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു മറുപടി പറഞ്ഞ് അതൊരു വലിയ കലാപമാക്കി മാറ്റി, അതൊരു വലിയ സംഘർഷമാക്കി മാറ്റി, കേരളത്തിൽ വീണ്ടും മതസൗഹാർദ്ദം തകർക്കുന്ന, വിശ്വാസം ആളിപ്പടർത്തുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയം ആളിപ്പടർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. കേരളത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ മറ്റ് നിരവധി വിഷയങ്ങൾ ഉണ്ടായിരിക്കുകയാണ്, ജനകീയ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരിക്കെ ഇത് മാത്രമാണോ വിഷയം എന്നതാണ്. അപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിൽ ഇങ്ങനെയൊരു കേസ് വന്ന സാഹചര്യത്തെയും ഞാൻ വളരെ കൗതുകത്തോടെ കാണുന്നു. ഇപ്പോൾ കേരളത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയൂ എന്ന് പ്രതിപക്ഷം ചോദിച്ചു നടക്കുന്ന സാഹചര്യത്തെയും ഞാൻ വലിയ കൗതുകത്തോടെയാണ് കാണുന്നത്. സുനിൽ പറയുന്ന കാര്യത്തിൽ 2 തരത്തിൽ അത് തമ്മിൽ ചേരുന്നില്ല. ഒന്നാമത്തെ കാര്യം സുനിൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട്, സുപ്രീം കോടതിയിലെ വിധികളുമായി ബന്ധപ്പെട്ട്, ചില വിഷയങ്ങളിൽ സുപ്രീം കോടതി ഇടപെടാത്തതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശബരിമല അത്തരത്തിലൊരു ആയുധമാകുന്നു എന്ന സൂചന അതിലുണ്ട്. ശബരിമല ചിലർക്ക് ആയുധമാക്കി കൊടുക്കുന്നുണ്ടോ എന്നൊരു സൂചന അതിലുണ്ട്. അതേ സുനിൽ തന്നെ പറയുകയാണ് ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം വരുന്നേയില്ല. അല്ല, ശബരിമല ഒരു ഉറപ്പല്ലേ, ശബരിമല ഒരു ചില ആയുധമാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത്
ആ ശബരിമലയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നു എന്നത് കൂടിയാണ്. ശബരിമല എല്ലാ കാലത്തും ആയുധം തന്നെയാണ്. ഉത്തരത്തിൽ ആശങ്കയോ എന്ന ചോദ്യത്തിൽ ഉത്തരത്തിൽ ആശങ്കയുണ്ട്, ഉത്തരം കൃത്യമായി പറയുന്നില്ല എന്നിടത്താണ്. കാരണം കൃത്യമായി സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നു, അല്ലെങ്കിൽ അത് നടപ്പാക്കാൻ ഒരു സർക്കാർ ബാധ്യസ്ഥമായതുകൊണ്ട് സർക്കാർ അത് ചെയ്യുന്നു എന്ന രൂപത്തിലല്ല ഒന്നാം പിണറായി സർക്കാർ ഈ വിഷയത്തെ കണ്ടിരുന്നത്. അത് ഒരു നിലപാടിന്റെ ഭാഗമായി തന്നെ എടുത്ത സമീപനമായിരുന്നു. ശബരിമലയിലേക്ക് എല്ലാ പ്രായത്തിലും പെട്ട യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക മാത്രമല്ല സർക്കാർ ചെയ്തിട്ടുള്ളത്. അന്ന് പിണറായി വിജയൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു കൊണ്ടെടുത്ത നിലപാടുണ്ട്. അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് നവോത്ഥാന പ്രസംഗങ്ങൾ നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. പുത്തരിക്കണ്ടത്തിൽ നിന്നും പമ്പാ നദീതീരത്തേക്കുള്ള ഷിഫ്റ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുത്തരിക്കണ്ടത്ത് പറഞ്ഞിരുന്ന പിണറായി വിജയൻ നടത്തിയ പ്രസംഗം 72 മിനിറ്റ് നീളുന്ന പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനം ആചാരങ്ങളിൽ ചിലത് ലംഘിക്കാൻ കൂടിയുള്ളതാണെന്ന് നവോത്ഥാന നായകർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 2018 ഒക്ടോബർ 16 കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗമാണ്. അതിൽ വിധിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കെതിരെ LDF തിരുവനന്തപുരത്ത് നടത്തിയ യോഗമായിരുന്നു. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഈ പറയുന്ന BJPയും കോൺഗ്രസിനെയും ഒക്കെ അതിനിശ്ചിതം വിമർശിക്കുന്നുണ്ട്, അവരെടുത്ത നിലപാടുകളെ വിമർശിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ എടുക്കുന്ന നിലപാട് എത്രത്തോളം ശക്തമാണ് എന്നും അത് ഈ നവോത്ഥാനവുമായി മുന്നോട്ട് പോകുന്നതാണ് എന്നും യുവതീ പ്രവേശം വേണ്ടതാണ്, അതിനൊപ്പം നിൽക്കുന്നു എന്നുള്ള ഉറച്ച നിലപാടായിരുന്നു. ആ ഉറച്ച നിലപാടിൽ നിന്നും പിന്നാക്കം പോകുമ്പോൾ വ്യക്തമായ ഒരു മറുപടി പറയുകയല്ല. അങ്ങ് പറഞ്ഞതുപോലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ വിഷയത്തിൽ മിണ്ടാട്ടമില്ലാതിരിക്കുകയും അല്ലെങ്കിൽ അതിൽ ഭവനങ്ങളിൽ ചെന്ന് ഈ പിഴവ് പറ്റിയെന്ന് പറഞ്ഞ ശേഷം അത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി. ആ പ്രതികരണം നടത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവേഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ മറുപടി പറയാതിരിക്കാൻ ബുദ്ധിപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു, തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ തന്നെയാണ് CPM നടത്തിയിട്ടുള്ളത്. പിന്നെ CPM മുന്നോട്ട് പോയത് നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പിന്നീട് ഈ പറയുന്ന അടുത്ത ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ആഗോള അയ്യപ്പ സംഗമമാണോ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയന്റെ പ്രസംഗം നോക്കൂ. ഒരു പക്ഷേ ഒരു ഭക്തന്റെ ഗുണം വിശദീകരിക്കുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കും. ഭക്തന്റെ ഗുണഗണങ്ങൾ എന്തായിരിക്കണമെന്ന് വിശദീകരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കും പിണറായി വിജയൻ. കാരണം അദ്ദേഹം അന്നവിടെ പ്രസംഗിച്ചത് ഭഗവത്ഗീതയെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഭക്തൻ എങ്ങനെയായിരിക്കണം, നല്ല ഭക്തന്റെ ലക്ഷണങ്ങൾ, അതാണ് അദ്ദേഹം അന്ന് പ്രസംഗിച്ചത്. അതൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കുകയോ കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് പറയേണ്ടതുമായ പ്രസംഗമല്ല. അതാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. അവിടെ നമുക്കറിയാം, അവിടെ ഈ മുഴുവൻ സമുദായ നേതാക്കളെയും കൊണ്ടിരുത്തി പ്രസംഗിപ്പിക്കുന്നു, അവരുടെ പിന്തുണ നേടാൻ ശ്രമിക്കുന്നു. ആ പിന്തുണയുടെ ഉത്തരമാണ്, ആ പിന്തുണയുടെ ഉറപ്പാണ് ഇന്ന് നമ്മൾ വെള്ളാപ്പള്ളിയിൽ നിന്ന് കേൾക്കുന്നത്, ഇന്ന് നമ്മൾ NSS ജനറൽ സെക്രട്ടറിയിൽ കിട്ടുന്നത്. NSS ജനറൽ സെക്രട്ടറിയും വെള്ളാപ്പള്ളി നടേശനും മാത്രം മതിയോ വ്യക്തമായ ഉത്തരം? നമ്മുടെ സർക്കാരല്ലേ, നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാട് എന്തെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി ഉത്തരമായി ലഭിക്കേണ്ടതല്ലേ. അവിടെ നമുക്ക് കോൺഗ്രസിന്റെ നിലപാടിനെ വിമർശിക്കാം, അവിടെ നമുക്ക് RSSന്റെ നിലപാടുകൾ വിമർശിക്കാം. ശരിയാണ്, RSS നടത്തിയ ഇരട്ടത്താപ്പ് നമ്മുടെ മുന്നിലുണ്ട്. അന്ന് കോടതി വിധി വന്ന സമയത്ത് തന്നെ BJPയുടെ മുഖപത്രത്തിൽ ലേഖനം വന്നിട്ടുണ്ട്, ജന്മഭൂമിയിൽ ലേഖനം വന്നിട്ടുള്ളതാണ്. ലേഖനം മാത്രമല്ല, നിലപാട് വന്നിട്ടുള്ളതാണ്. ഒരു ബോക്സിലായിരുന്നു RSSന്റെ അതിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വാർത്ത വന്നത്. ഞാൻ രാഹുൽ ഗാന്ധി അതൊക്കെ ആവർത്തിച്ച് പറയേണ്ട, നമ്മൾ ഇന്നലെ തൊട്ട് പറയുന്നതാണ്. രാഹുൽ ഗാന്ധിക്കും ഈ കാര്യത്തിൽ യുവതീ പ്രവേശത്തിൽ സ്ത്രീ പ്രവേശം വേണം, യുവതീ പ്രവേശം വേണമെന്ന നിലപാടാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് അന്നും ഇന്നും എടുക്കുന്ന നിലപാടും ആചാരത്തിനൊപ്പം എന്നുള്ള നിലപാടെടുക്കുന്നു. നമ്മൾ RSS നേതാക്കളെയും BJP നേതാക്കളെയും പറയണം. O രാജഗോപാലും R ഹരി അന്ന് യുവതീ പ്രവേശത്തെ അനുകൂലിച്ചുകൊണ്ട് മാതൃഭൂമി വീക്കിലിയിൽ ലേഖന പരമ്പര എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ തെളിവായി കിടക്കുകയാണ്. നമുക്കറിയാം എപ്പോഴാണ് ഈ ഷിഫ്റ്റ് വരുന്നത്. അവിടെ NSS ഈ നാമജപ ഘോഷയാത്ര നടത്തുന്നു. ആ നാമജപ ഘോഷയാത്ര, അതായത് വിധി വന്ന് 2ാമത്തെ ദിവസമാണെന്ന് ഓർക്കണം. നാമജപ ഘോഷയാത്രയിൽ സ്ത്രീ പങ്കാളിത്തം, വലിയ രൂപത്തിൽ വിശ്വാസികളുടെ പങ്കാളിത്തം വരുന്നു. അവിടെ നിന്നാണ് RSS ഘടകം മറിയുന്നത്. അവിടെ RSS നിലപാട് മാറ്റുകയും അവർക്കൊപ്പം എന്നുള്ള സമീപനം എടുക്കുകയും ചെയ്യുന്നു. അത് അറിയാതെയാണെങ്കിലും ശ്രീധരൻപിള്ളയുടെ പ്രസംഗം, സുവർണാവസരം എന്നുള്ള പ്രസംഗം നമ്മൾ കേൾക്കുകയുമാണ് ചെയ്തത്. കോൺഗ്രസ് അവിടെ ഈ വലിയ ബഹളത്തിലേക്കൊന്നും പോയിട്ടില്ല എങ്കിലും നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അതിൽ നിന്ന് കൃത്യമായ രാഷ്ട്രീയ ലാഭം കോൺഗ്രസ് നേടുകയും ചെയ്യുന്നുണ്ട്. തത്വത്തിൽ അംഗീകരിച്ചു, പക്ഷേ നടപ്പാക്കൽ രീതിയാണ് ഇങ്ങനെ ഒരു വിപ്ലവകരമായി നടപ്പാക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. ഉരുക്കവും മുഷ്ടി കൊണ്ട് നടപ്പിലാക്കരുത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ നിലപാട്. പിന്നീടാണ് ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞത്. രാഷ്ട്രീയ സാഹചര്യം നിലപാട് മാറ്റി. അതെ, ആത്യന്തികമായി രാഷ്ട്രീയ എല്ലാവർക്കും രാഷ്ട്രീയം
നോക്കൂ ഒരു മിനിറ്റ് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നിലപാടല്ല സംസാരിക്കുന്നത്. ഇന്നിപ്പോൾ എം വി ഗോവിന്ദനും പറയുന്നുണ്ടല്ലോ ഇന്നലെ മാറ്റമില്ലാത്ത മാറ്റം എന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ, ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ പ്ലീസ്, അത് എനിക്ക് ആ വാചകം പറയാനുള്ളതാണ്. മാറ്റമില്ലാത്ത മാറ്റം എന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ ഇന്ന് പറയുന്നത് എന്താണ്? സർക്കാരിന്റെ അതേ നിലപാട് എല്ലാ പാർട്ടിയുടേത് എന്നാകണമെന്നില്ല എല്ലാ കാര്യത്തിലും. ശരിയായിരിക്കാം, സർക്കാരിന്റെ എല്ലാ നിലപാടും പാർട്ടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ചിലത് ഇടത് നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ചില കാര്യങ്ങൾ എടുക്കേണ്ടി വരും. ഇന്നലെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇടതുപക്ഷ നിലപാടുകൾ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുന്ന ഇടമല്ല സർക്കാർ. അതായത് പരിമിതികളുണ്ട്. അപ്പോൾ ആ പരിമിതികൾ നിലപാടുകളുടെ തുടർച്ചയില്ലാത്ത ഒരു സർക്കാരാണ് ഭരണം ആവശ്യപ്പെടുന്നത്. നിലപാടുകളുടെ തുടർച്ചയില്ല, വികസനത്തിന്റെ തുടർച്ച പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലപാടുകൾ തുടർച്ചയില്ല എന്ന് പറയുമ്പോൾ അത് വിശദീകരിക്കണം എന്നുള്ളതാണ് സർക്കാർ എന്ന നിലയ്ക്ക് അത് വിശദീകരിക്കേണ്ടത്. അത് ഒളിച്ചു കടത്താൻ പറ്റില്ല നിലപാട് എന്നുള്ള ഒരു വാദത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ശബരിമല വിഷയം തിരിച്ചടച്ചിട്ടില്ല എന്നൊരു വാദത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷെ അതിന് കൊടുക്കാവുന്നതിന്റെ പരമാവധി വില ഒരു പാർട്ടി കൊടുത്തു കഴിഞ്ഞു. അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ അടിപടലം തിരിച്ചടി കേരളത്തിലെ നവോത്ഥാനം മുഴുവനും CPM-ന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞത് സ്മൃതി പ്രതികാട് പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്. എന്ന നിലപാട് മറ്റുള്ളവർ സ്വീകരിക്കുമ്പോൾ അതിന് നിരന്തരം തലവെച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതൊന്നും അല്ല വിഷയം. ഇതിപ്പോൾ ശബരിമലയിൽ തിരിച്ചടി, ശരി, അതിലൊരു ബഹളമില്ലാത്തൊരു നിലപാടെടുക്കാം, കുഴപ്പമില്ല. പക്ഷേ അതിന് പകരം എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ BJP എടുക്കുന്ന നിലപാടിനോട് ചേർന്ന് നിൽക്കാവുന്ന പ്രതികരണങ്ങൾ, സമീപനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നു, അല്ലെങ്കിൽ എല്ലാ തരത്തിലും ന്യൂനപക്ഷം വിഭാഗത്തെ ആശങ്കപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും നേതാക്കളിൽ നിന്നുണ്ടാകുന്നു. ഉടനെ ജമാഅത്തെ ഇസ്ലാമി എന്ന വാദം എടുത്തു പറയുന്നു. ഈ തരത്തിൽ ഈ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ അത് ഇവിടെ ഏത് തരത്തിലാണ് പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ള ആലോചിക്കേണ്ടതുണ്ട്. അത് നഷ്ടപ്പെട്ട ഭൂരിപക്ഷ വോട്ട് അങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എത്രത്തോളം വർഗീയത പറഞ്ഞിട്ടും അതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതികരണം നടത്താതെ അത് അങ്ങ് പറഞ്ഞു പോകട്ടെ, അത് ലീഗിനെതിരെയല്ലേ എന്ന ഭാഗത്തിൽ പറഞ്ഞു വെക്കാൻ CPM നേതാക്കൾ ശ്രമിക്കുന്നത്. അത് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എങ്ങനെ അത് മനസ്സിലാക്കുന്നു എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ അവർക്കുള്ള ആശങ്ക നേരത്തെയുള്ള തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിട്ടുള്ളതാണ്. അതിനി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്നുള്ളതാണ്. അത് മാറ്റേണ്ടതില്ല. ഇപ്പോൾ ഭൂരിപക്ഷ വോട്ട് മതി എന്ന സമീപനത്തിലേക്ക് വരികയാണ്. ഇതൊക്കെ തന്നെയാണ് ആശങ്ക. അതുകൊണ്ട് ഈ ഉത്തരം ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം വിശ്വാസവും ജനാധിപത്യ രീതികളും എല്ലാം കൂടി ഒരുമിച്ച് പോകണം എന്ന് പറയുമ്പോൾ അത് കൃത്യമായ മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ പി രാജീവ് പറഞ്ഞ പോലെ സമയമുണ്ടല്ലോ എന്നുള്ളതാണ്. ഈ 3 മാസത്തിനിടയ്ക്ക് തന്നെ ആ സമയം അവസാനിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശബരിമല വിഷയം അവിടെ വരുന്നുണ്ട്. നേരത്തെ സുനിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ആശങ്കകൾ അവിടെ നിൽക്കുന്നു. കേന്ദ്ര ഭരണകൂടവുമായി ചേർന്നു നിൽക്കുന്ന നിലപാടുകളുള്ളവർ തന്നെയാണ് സുപ്രീം കോടതിയിൽ ജഡ്ജിമാരായി വരുന്നത് എന്നുള്ളത് ആശങ്കപ്പെടുന്ന കാര്യങ്ങളാണ്. പല വിധികളും പല കാര്യങ്ങളിലും മുഖം തിരിഞ്ഞു നിൽക്കുന്നതൊക്കെ ആശങ്കപ്പെടുന്ന കാര്യങ്ങളാണ്. അത് ഒരു കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഇത് നമ്മൾ കേരളത്തിൽ നമ്മൾ അനുഭവിച്ചതും നമ്മൾ കണ്ടതുമായ ഒരു വിഷയമാണല്ലോ. അതിൽ നിലപാടിൽ മാറ്റമുണ്ടെങ്കിൽ അത് വ്യക്തമായി പറയുക എന്നുള്ളതാണ്. ആ ഉത്തരം പറയുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഉത്തരം പറയാൻ ആശങ്കയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ശബരിമലയിൽ യുവതികൾ കയറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പറയട്ടെ, ഒരു മണ്ഡലകാലത്തിൽ ശബരിമലയിൽ കയറാൻ വേണ്ടി ചില സ്ത്രീകൾ പ്രതികരണം നടത്തി, ഞങ്ങൾക്കും പോകണമെന്ന് പറഞ്ഞു. ഇവിടെ അന്ന് VN വാസവൻ പറഞ്ഞത് അങ്ങനെയൊന്നും കയറാൻ പറ്റില്ല എന്ന പ്രതികരണം നടത്തിയാണ്. അങ്ങനെയൊന്നും അനുവദിക്കുകയില്ല എന്ന പ്രതികരണം നടത്തി. അല്ല, അത് അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പൊ ഇല്ലല്ലോ. അല്ല, പ്രതിസന്ധിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പ്രതിസന്ധിയിലേക്ക് പോകാമെന്നല്ലോ സുനിൽ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? വേണമെങ്കിൽ പോകാമല്ലോ എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ പോകാമല്ലോ എന്നാണല്ലോ, സ്റ്റേ ഇല്ല, വേണമെങ്കിൽ പോകാമെന്നാണ്. നെയ്ത്തേങ്ങോട് തലക്കിട്ട് ഏറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര നല്ല അനുഭവം. നെയ്ത്തേങ്ങ ഉണ്ടോ? കല്ലെറിഞ്ഞോടിച്ചു ഇവിടുത്തെ സ്ത്രീകളെ, കല്ലെറിഞ്ഞോടിച്ചു. പോകാൻ ഇപ്പോൾ പോകേണ്ട ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആഗ്രഹമുള്ളവരും ആഗ്രഹമില്ലാത്തവരും ഉണ്ടാകും. അത് അവരുടെ വിശ്വാസപരമായ കാര്യമാണ്. ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ തൽക്കാലം ഇപ്പോൾ സുപ്രീം കോടതി ഈ കേസ് പുനഃപരിശോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുനഃപരിശോധിക്കുള്ള നമുക്കറിയില്ല. ഏതായാലും ഈ കേസ് ഇപ്പോൾ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലം ഈ വിധി നടപ്പാക്കുന്ന സാഹചര്യം ഇല്ല. പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കേണ്ടത്? സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. നമുക്ക് കിട്ടിയ വാർത്തയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് ഈ പറയുന്ന അടുത്ത മാസം 14-നുള്ളിൽ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിനിടയ്ക്ക് തന്നെയാണ് സീനിയർ അഡ്വക്കേറ്റിനെ കോടതിയിൽ എന്തായാലും സർക്കാരിന് നിലപാട് വ്യക്തമാക്കേണ്ടതില്ല. സീനിയർ അഡ്വക്കേറ്റ് സർക്കാർ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വാദത്തിന് മുൻപ് തന്നെ ഈ വിഷയത്തിൽ നിയമപരമായി സർക്കാരിന്
നിലപാട് അറിയിക്കേണ്ട കാര്യമില്ല. ഭാഗത്താണോ അനുകൂലിക്കുന്ന ഭാഗത്താണോ സർക്കാർ ഉണ്ടാകുക? അത് പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു ചോദ്യം കോടതിക്ക് മുമ്പിൽ ഇല്ല. നിങ്ങൾക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റില്ല. കണ്ണടച്ചിരുട്ടാക്കുന്നതല്ല, നിയമപരമായി അങ്ങനെ ഒരു ചോദ്യം കേരളത്തോട് ഇല്ല സുപ്രീം കോടതിക്ക്. സുപ്രീം കോടതി 9 അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാൻ പോകുന്നത് 7 ഭരണഘടനാപരമായ ചോദ്യമാണ്. ആ ചോദ്യത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു അതിലേക്കാണ് വരുന്നത്. ഇന്ന് 67 ഹർജികളാണല്ലോ വന്നത് 3 അംഗ ബെഞ്ചിന് മുന്നിൽ, അല്ലേ? അതിനിടയിൽ പറയപ്പെടാതെ പോകുന്ന ഒരു വിവാദമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോക്കൂ, ഈ 7 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് എന്തിനാണ്? മതപരമായ വിഷയങ്ങളിൽ ഇനി എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ്. അത് ശബരിമലയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ശബരിമല ഒരു വിഷയമല്ല അവിടെ. വന്നതിന് ശേഷം അതിന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നതിന് ശേഷം മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകും, ഈ ഷിറുമഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച എങ്ങോട്ടാണ് എന്നത് ആധാർ കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ അന്ന് സ്വകാര്യത മൗലിക അവകാശമാണോ എന്നൊരു ചോദ്യം ഉയർന്നു. അന്ന് സുപ്രീം കോടതി 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ച് ഈ ചോദ്യം ആ ഭരണഘടനാ ബെഞ്ചിലേക്ക് വിട്ടു. ആ ഭരണഘടനാ ബെഞ്ച് സ്വകാര്യത മൗലിക അവകാശമാണ് എന്ന വിധി പുറപ്പെടുവിച്ച ശേഷം പിന്നീട് ആ കേസ് തിരിച്ച് 5 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് പിന്നീടാണ് ആധാർ കേസ് പരിഗണിക്കുന്നത്. അതേപോലെയാണ് ഈ കേസിലും സംഭവിക്കുക. ഇവിടെ ശബരിമലയിൽ എന്താണ് സർക്കാരിന്റെ പുതിയ നിലപാട് എന്നൊന്നും നാളെ ഈ 9 അംഗ ബെഞ്ചിന് മുൻപാകെ പോയി സംസ്ഥാന സർക്കാരിന് പറയേണ്ട കാര്യമില്ല. അത് പറയണം എന്നാവശ്യപ്പെടുന്നത് കോൺഗ്രസ് മാത്രമാണ്. കോൺഗ്രസിന് കാരണം ഇതൊരു വിവാദ വിഷയമാക്കണം, ശബരിമല കത്തിക്കണം, ഇവിടെ കലാപം ഉണ്ടാക്കണം, ഇവിടെ സംഘർഷം ഉണ്ടാക്കണം, അതിലൂടെ ഇവിടെ വോട്ട് പ്രതികരണമാണ്. കാരണം സംഘർഷങ്ങളിൽ ഇത് നിയമപരമായ നടപടിയാണ്. അന്ന് സംഘർഷം കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ അങ്ങേക്ക് പറയാവുന്നതാണ്. ആചാര സംരക്ഷണത്തിന് വേണ്ടി വലിയ വാദങ്ങൾ ഈ നാട്ടിൽ നിങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ഈ ശബരിമല അനുകൂലമായി ഏത് സ്ത്രീ പ്രവേശനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അത് BJP അനുകൂലമാവും, വേണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ആചാരത്തെ സംരക്ഷിക്കുന്നില്ല എന്ന് പറയും. എന്നിട്ട് ചോദിക്കുക നിങ്ങൾ എസ് ഓർ നോ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സുവർണാവസരം കാത്തിരിക്കുകയാണ്. അത് എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കല്ലെറിയും, അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ ആളുകളെ കയറ്റോ? ഇത് സ്വാഭാവികമായും ഇത് നേരത്തെ നമ്മൾ തുടക്കം മുതൽ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇത് ഇരുതല മൂർച്ചയുള്ളൊരു വിവാദം തന്നെയാണ്. അതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് PR സുനിൽ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് നമ്മുടെ നടുക്ക് സ്വയംഭൂവായത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് ആശങ്കകളുമുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ തന്നെയാണ്. സർക്കാരിനെ അതിൽ സമ്മർദ്ദപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് തന്നെയാണ്. കാരണം ആ നിലയ്ക്കൊരു മറുപടി പറഞ്ഞ് വീണ്ടും രാഷ്ട്രീയമായ തിരിച്ചടികൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഇപ്പോഴും സ്റ്റേ ഇല്ലാഞ്ഞിട്ടും PR സുനിൽ ചോദിച്ചാലോ ഇപ്പം അവിടെ സ്ത്രീകൾ കയറുന്നുണ്ടോ എന്നുള്ളത് ക്രമസമാധാന പ്രശ്നം എന്നുള്ളത് കൊണ്ടാണ്. ഈ നിയമം പാലിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്, നിയമം നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നൊരു ചോദ്യം ചോദിച്ചാലും അതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ആ നിലയ്ക്ക് പ്രതിരോധത്തിലാക്കേണ്ടതില്ല, ഇവിടെ സമാധാനം വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറെക്കുറെ ആളുകൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാതെ ഇരിക്കുന്നത്. ശരി, ഇത്തരത്തിൽ ആശങ്കയുണ്ടോ? ഈ സുവർണാവസരം കാത്തിരിക്കുന്നവർക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. വിശ്വാസവും സാമൂഹിക പരിഷ്കരണവും ഒരുപോലെ കൊണ്ടുപോകണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. അത് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തും അതേ നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അന്നത്തെ ഓരോ നിലപാടുകൾ നോക്കിയാൽ അന്നത്തെ ഹിന്ദു ആചാരങ്ങൾ പിന്തുടരാത്തവരെ, ദൈവവിശ്വാസമില്ലാത്തവരൊന്നും ശബരിമലയിൽ പ്രവേശിക്കരുത്, വിശ്വാസികളുടെ പ്രായം പരിഗണിക്കാതെ ശബരിമലയിൽ കയറ്റണം. ഇതാണ് അച്യുതാനന്ദൻ അന്ന് പറഞ്ഞ വ്യക്തമായ കാര്യം. അതുതന്നെയാണ് പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം എന്താ പറയുക, ആ സത്യവാങ്മൂലത്തെ തന്നെയാണ് പിന്തുടർന്നത് എന്നുള്ളതാണ്. അതിനേക്കാൾ അപ്പുറം വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. വാദം വരുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എന്താണോ അച്യുതാനന്ദൻ സർക്കാർ പറഞ്ഞിരിക്കുന്ന നിലപാട്, അച്യുതാനന്ദൻ സർക്കാർ പറഞ്ഞിരിക്കുന്ന നിലപാടെന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ അന്ന് ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവാണെന്നും കൂടി ഓർക്കണം കേട്ടോ. ആ നിലപാട് തന്നെയാണ് പിന്നീട്, കാരണം ആ നിലപാട് ഒരു സ്വതന്ത്ര സംവിധാനം എന്നുള്ള നിലയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ തിരിച്ചടി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളും അല്ല ഞാൻ. കാരണം അങ്ങനെ തിരിച്ചടി കിട്ടിയിരുന്നെങ്കിൽ 2019 ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറയുന്ന ട്രെൻഡിലേക്ക് കേരളം വന്നതുകൊണ്ട് മാത്രം അത്രയധികം ഈ കനലൊരു തരി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറി എന്നുള്ളതിനേക്കാൾ അപ്പുറം വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം 2025 ഇലക്ഷൻ വന്നു, 2021 ഇലക്ഷൻ വന്നു, 2019 കഴിഞ്ഞ് 2021 ആയിരുന്നല്ലോ ശരിക്കും നിയമസഭാ ഇലക്ഷൻ. നിയമസഭാ ഇലക്ഷനിൽ
209 സീറ്റിലേക്ക് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ പറയുന്നത് പോലെ ശബരിമല ഒരു വലിയ, കാരണം കേരളത്തിലെ ജനങ്ങളെ ആരും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതെന്നേ. കേരളത്തിലെ ജനങ്ങളെ കുറിച്ചിട്ട് എന്താണ് വിശ്വാസമെന്നും ഏത് രീതിയിലാണ് വിശ്വാസം കൈകാര്യം ചെയ്യേണ്ടതെന്നും ഏത് രീതിയിലാണ് വിശ്വാസത്തെ മുതലെടുക്കുന്നത് ആരാണെന്നും ഒക്കെ നല്ല ധാരണയുള്ള ജനങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അവരെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒരു ശബരിമല ഈ ഗുജറാത്തിലും മധ്യപ്രദേശിലും ആന്ധ്രയിലൊക്കെ നടക്കുന്ന പോലെ ഒരു വിശ്വാസത്തെ കൊണ്ടുവന്നിട്ട് ഒരു മതവിശ്വാസം ഇളക്കി വിട്ടിട്ട് കേരളത്തിൽ ഭരണം പിടിക്കാമെന്ന് വിചാരിക്കുന്ന അത്രയും വലിയ മണ്ടന്മാരാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് BJP വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കേരളത്തിലൊരു സുവർണാവസരം കിട്ടിയിരിക്കുന്നു, ഇത് നമ്മൾ മുതലെടുക്കൂ എന്ന് വിചാരിച്ചിട്ട് ശബരിമലയിലേക്ക് സമരം നടത്തിയ, പന്തപ്പുളത്തി കൊടുത്തി സമരം നടത്തിയതും റോഡുകൾ മുഴുവൻ ജപഘോഷയാത്ര നടത്തിയതും ഒരു സീറ്റിൽ പോലും BJPക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞോ? ഒരു സീറ്റിൽ പോലും വന്നില്ലല്ലോ. ഒരു സീറ്റ് 140 മണ്ഡലമുള്ള കേരളത്തിൽ ഒരു സ്ഥലത്ത് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാലോ 2025 ഈ ഒരു സമയത്തും ഇല്ലാത്ത സ്ഥലത്ത് സുരേഷ് ഗോപി ജയിച്ചല്ലോ. അന്ന് ശബരിമല മുന്നോട്ട് വെച്ചിട്ടാണോ? തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് ശബരിമല മുന്നോട്ട് വെച്ചിട്ടാണോ? അപ്പം കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് മതവികാരം ഇളക്കി വിട്ടുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാം എന്ന് ആര് വിചാരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടെന്ന് ഒരിക്കലും ആര് വിചാരിക്കേണ്ട കാര്യമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു സുവർണാവസരമാണ്. കാരണം കേരളത്തിൽ 9 വർഷമായിട്ട് 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു ആരോപണം പോലും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാസർഗോഡ് തുടങ്ങി ജാഥ വരികയാണ്, ഇവിടെ ഏകദേശം പാലക്കാട് ജില്ലയിലെത്തിയിട്ട് ശബരിമലയല്ലാതെ വേറൊരക്ഷരമുണ്ടെന്ന് നമ്മൾ കാണുന്നില്ല. 2 കാര്യം പറയുന്നുള്ളൂ. ഒന്നെന്താണ് ശബരിമലയിലെ സുവർണാവസരവും, രണ്ടാമത്തത് കുറേ ആൾക്കാരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരും. അതിനെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? വിസ്മയോ സുവർണാവസരം വെച്ചിട്ട് മാത്രം മുന്നോട്ട് വരികയാണ്. അല്ലാതെ അഴിമതിയുണ്ടോ കേരളത്തിൽ, സ്വജനപക്ഷപാതം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിൽ വികസനം നടന്നിട്ടില്ല, എങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശബരിമല ഈ ഇലക്ഷനെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ആരൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അവരായിരിക്കും കേരളത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കേൾവിയുടെയും കാഴ്ചയുടെയും കുറച്ച് പ്രശ്നമുണ്ട്. എല്ലായിടത്തും ആളുകളിൽ നിന്ന് കേൾക്കുകയും അതുണ്ടാവുന്നേ. അത് മലപ്പുറം അങ്ങനെ കണ്ടാൽ മതി. മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയും എന്നൊക്കെ പറയുന്നത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും അസ്തിത്വമുള്ള ജില്ലകളാണ്. ആ സ്ഥലത്തെ ആളുകളുടെ ബഹളം കണ്ടിട്ട് ഇതാണ് കോൺഗ്രസിൻ്റെ ആരവം എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ ആരവമായി ഞാൻ കാണുന്നില്ല. നിങ്ങൾ പാലക്കാട് ജില്ലയിൽ കാണിച്ചു തരണം, നിങ്ങൾ കൊല്ലത്ത് കാണിച്ചു തരണം, നിങ്ങൾ തിരുവനന്തപുരത്ത് കാണിച്ചു തരണം, നിങ്ങൾ ആലപ്പുഴയിൽ കാണിക്കണം. അവർക്ക് അവിടെ എന്താണ് അവിടെ അതാ പറഞ്ഞേ. ഉണ്ടാവാറില്ല. കാരണം ലീഗിന് 22 MLA-മാരുണ്ടല്ലോ. കോൺഗ്രസിന് വേണ്ടല്ലോ. കോൺഗ്രസിന് 1-2 MLA-മാരുണ്ട്. എത്രയുണ്ട്? 1-2. പക്ഷെ ലീഗിനുണ്ടെന്നേ. മലപ്പുറം ജില്ലയിൽ ലീഗിന്റെ അത്രയും വേറെ ഏതെങ്കിലും പാർട്ടിക്കുണ്ടോ? അവിടെ നടത്തുന്നത് CPI സെപ്പറേറ്റ്, LDF നടത്തുന്ന പോലെ CPI-ന്റെയും കേരള കോൺഗ്രസിന്റെയും CPM-ന്റെയും പരിപാടി നടത്തുന്ന പോലെ അല്ല. എറണാകുളം മുതൽ ഇങ്ങോട്ടാണ് കോൺഗ്രസിന് മുഴുവൻ സീറ്റുകളുള്ളത്. കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങൾ നിയമസഭാ സീറ്റുകളുടെ ആകെ 19 സീറ്റല്ലേ കോൺഗ്രസിനുള്ളൂ. എത്ര? 19 സീറ്റില്ലേ? എറണാകുളം വരെ 7. എറണാകുളം വരെ 7. എറണാകുളത്ത് എത്രയുണ്ട്? എറണാകുളം വരെ 7. എറണാകുളം മുതൽ ഇങ്ങോട്ടാണ് സീറ്റ്. അതെ പറഞ്ഞേ. എറണാകുളം കൂടെ കൂട്ടിയാൽ മതി. അത്രയും ഉള്ളൂ. വേറെ ഒരു കാര്യമായിട്ടില്ല. അതാണ് പറയേണ്ടത്. കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും ഒക്കെ ഉള്ള ആളെ അങ്ങനെ വരുള്ളൂന്നേ ഞാൻ പറയുന്നത്. അങ്ങനെ അതിനെ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. കാരണം എന്താണ്? അങ്ങനെയാണ് കൂടുതൽ സീറ്റുള്ള തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ കൂടുതൽ ആള് വരില്ല. വന്ന് കാണിച്ചതാ മതി. ഞാൻ അതാണ് പറയുന്നത്. എന്തിനാണെന്ന് ഇത്ര വെപ്രാളം? കേരളത്തിലേക്ക് അധികാരത്തിൽ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഞാൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച പോലെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന ഇവർക്ക് വിഷയമല്ല. രാഹുൽ ഗാന്ധി മിണ്ടണം, എന്ത് ചോദിച്ചാലും പ്രതിപക്ഷ നേതാവ് മിണ്ടണം. സർക്കാർ കേരളത്തിലെ MP ആയ പ്രിയങ്ക ഗാന്ധിയുടെ ശബരിമലയുടെ അഭിപ്രായം എന്താ? പറ.
പറ, അത് പറഞ്ഞാ മതി. അത് പറഞ്ഞാ മതി. കേരളത്തിന്റെ എംപിയായ പാർലമെന്റിൽ വർത്താനം പറയണ്ട. കേരളത്തിലെ എംപിയായ പാർലമെന്റിൽ വർത്താനം പറയണ്ട. ഇന്ത്യയുടെ പ്രതിപക്ഷ ഞാൻ പറയട്ടെ, ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ മറുപടിയാണ് കേരളത്തിന്റെ എംപിയായ രാഹുൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രതിപക്ഷം മിണ്ടാത്തത് ഇത് വിചിത്രമായ ലോകമാണ്. പ്രതിപക്ഷമാണ് മിണ്ടേണ്ടത്. സർക്കാർ ആദ്യം സർക്കാരിന്റെ പ്രതിപക്ഷം സർക്കാരിന് ഉത്തരവാദിത്തം. അത് പ്രതിപക്ഷം മിണ്ടാത്തേ. പ്രതിപക്ഷം മിണ്ടിയാലേ സർക്കാരിന് മിണ്ടാൻ പറ്റുള്ളൂ. അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവെള്ളയിൽ അവാർഡ് വെച്ച് കൊടുത്ത കർഷകനാണ് ആത്മഹത്യ സംഘടനയാണ്. ഡിവൈഎഫ്ഐക്ക് രാഷ്ട്രീയ ഭേദമില്ലാതെ സമരം ചെയ്യാൻ അറിയാം എന്നൊക്കെയായിരുന്നല്ലോ പറയുന്നത്. കർഷകാത്മഹത്യയിൽ സമരമില്ലേ? അടുത്ത അധികാരത്തിൽ വരുന്നത് കോൺഗ്രസ് എന്ന പ്രശ്നമല്ല. അതുകൊണ്ട് കോൺഗ്രസ് ഞങ്ങളാണ് 100 സീറ്റിന് മേലെ അധികാരത്തിൽ ഞങ്ങളാണ് 100 സീറ്റിന് മേലെ അധികാരത്തിൽ വരുന്നത് വായിക്ക് വാങ്ങാൻ പറയുന്ന ശബരിമല മാത്രമേ പ്രശ്നമുള്ളൂ. വാരണാസിയിലല്ല ഗാന്ധി കുടുംബം എംപി ആയിട്ടിരിക്കുന്നത്, കേരളത്തിലെ വയനാട്ടിലാണ്. ഈ വയനാട്ടിലായിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ അഭിപ്രായം കേട്ടാ കൊള്ളാം. ഈ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുടെ അഭിപ്രായം കേട്ടാ കൊള്ളാം. അല്ല, സഹോദരിയായിട്ടല്ല, പാർലമെന്റിൽ കൃത്യമായ മോദിക്ക് കൃത്യമായ ചുട്ട മറുപടി. അല്ലാതെ ശബരിമല വിഷയത്തെ അഭിപ്രായം പറഞ്ഞേ. ശബരിമല വിഷയത്തെ അഭിപ്രായം പറ. ശബരിമല 4 വോട്ട് പറഞ്ഞിട്ട് ഇതൊക്കെ ചോദിക്കുന്നേ. സർക്കാർ സുപ്രീം കോടതി പറഞ്ഞോളും. ഈ കോൺഗ്രസ് അഭിപ്രായം പറയാം. ജനങ്ങളുള്ള സുപ്രീം കോടതിയാണല്ലോ കേസ് പരിഗണിക്കുന്നത്. സുപ്രീം കോടതിന് മുന്നിൽ അഭിപ്രായം പറഞ്ഞു. കോൺഗ്രസ് ആരോട് അഭിപ്രായം പറയും? കോൺഗ്രസ് ആരോട് അഭിപ്രായം പറയും? സമുദായ നേതാക്കന്മാരല്ല ഞാൻ പറഞ്ഞേ. സമുദായ നേതാക്കന്മാരുടെ തിണ്ണ തിരങ്ങില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് പഴയതല്ല. ഞങ്ങൾ സമുദായ നേതാക്കന്മാരുടെ നേരെ വിളിച്ച് കാറി കയറ്റി കൊണ്ടുപോകും. അതാണ് പറയുന്നത്. ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞ ഏക നേതാവിന്റെ പേര് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹമാണ് രാത്രി വാക്കും പ്രവൃത്തി ഒന്നാവണ്ടേന്ന്. അത് പ്രവൃത്തി വിചാരിക്കാൻ പറ്റില്ല. വാക്കും പ്രവൃത്തി ഒന്നാവണ്ടേ. ഇല്ലാത്ത ഒരു പ്രത്യേകതരം കേരളത്തിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അധികാരത്തിൽ വരാൻ എന്തും പറയും. 4 വോട്ടിന് വേണ്ടി 4 വോട്ടിന് നിലപാട് മാറ്റിയതിനെ കുറിച്ചാണ് ചർച്ച. 4 വോട്ട് നിലപാട് ഈ വിഷയത്തില് 4 വോട്ടിന് വേണ്ടിയല്ലേ കോൺഗ്രസ് ഉന്നയിക്കുന്നത്? ആയിക്കോട്ടെ, സ്ത്രീ പ്രവേശ വിരുദ്ധമാണ് അവരുടെ നിലപാട്. അന്നും ഇന്നും അത് തന്നെയാണ്, മാറ്റമില്ലെന്നേ. നിങ്ങൾ ഈ മാറ്റം കാണിച്ചത് നിങ്ങൾ ആദ്യം നിലപാട് പറ. എങ്ങനെ? അല്ല, ഈ നിലപാടാണ് ഏറ്റവും വലിയ പ്രശ്നം. നിലപാട് പ്രശ്നം തന്നെ. അപ്പൊ എല്ലാ വിഷയത്തിലും ശബരിമലയിൽ സർക്കാരിന്റെ നിലപാട് മാത്രമേ പ്രശ്നമുള്ളൂ. കോൺഗ്രസിന്റെ നിലപാട് പ്രശ്നമല്ല. അത് ഏത് നിലപാട്? ശബരിമല മാത്രമല്ല, നിങ്ങൾ ഏത് വിഷയം എടുത്താലും നിങ്ങൾ ആദ്യം പറയുന്നത് ശബരിമലയിലെ നിലപാടെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് ഉത്തരവൊന്നും കേൾക്കുന്നില്ലേ? അതെന്താ നിങ്ങൾ ഉത്തരം കേൾക്കുന്നില്ലേ? ആചാരത്തിനനുസരിച്ചായിരിക്കണം യുവതി പ്രവേശം അനുവദിക്കേണ്ടതില്ല എന്ന് തന്നെയാണുള്ള ഒരു നിലപാട്. എന്താണ്? ഒളിച്ചു കളിയില്ലല്ലോ. എന്താ ബിരാജീവ് എന്താ പറഞ്ഞത്? ഒരു ഈ കമ്മീഷൻ ഓഫ് സ്കോളേഴ്സ് എന്ന് പറയുന്ന ഈ വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തിയ ഒരു സമിതി രൂപീകരിക്കണം എന്ന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ. ദീർഘമൊന്നല്ല, ഒറ്റ വാക്കിൽ തീരും. എന്താ എന്ത് വിശ്വാസവും സാമൂഹ്യ പരിഷ്കരണവുമായി ഒപ്പം മുന്നോട്ട് പോകും. അതാണ് സുപ്രീം കോടതി ഈ ഭരണഘടനാ ബെഞ്ച് ഈ പറഞ്ഞ 5 അംഗ ബെഞ്ചിന് വിട്ടിട്ട് അതിനകത്ത് സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുന്നു ആ നിലപാടാണ് സർക്കാരിനത്. സുപ്രീം കോടതിയിൽ ആ നിലപാട് സുപ്രീം കോടതി എടുത്ത നിലപാടെടുത്ത് നടപ്പാക്കുക മാത്രമല്ല ചെയ്തിട്ട് കേരളത്തിൽ അങ്ങോളം
അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും നവോത്ഥാന സമിതി മതിൽ തീർത്തവർ നിലപാട് പറയണം, മതിൽ തീർത്തവർ നിലപാട് പറയണം, പറഞ്ഞേ പറ്റൂ. സ്മൃതി മാഡം, ആ ഉത്തരവിട്ട സുപ്രീം കോടതി തന്നെ അത് പുനഃപരിശോധിക്കുകയാണ്. അതല്ലേ ഈ കാണുന്നത്? അത് നിങ്ങൾ ആരും കാണുന്നില്ലേ? സുപ്രീം കോടതി ശബരിമലയിൽ അങ്ങനെയല്ല, ശബരിമലയിൽ ഒരു സുപ്രഭാതത്തിൽ പുനർവിചാരം തോന്നിട്ടല്ല ഹർജികൾ. അപ്പൊ അത് കേട്ടിട്ട് മറുപടി പറഞ്ഞോളൂന്ന്. അതിന് മുന്നേ എന്തിനാ തോക്കി കയറി വെടിവെക്കുന്നത്? എന്ത് തോക്കി കയറി? കേരളത്തിൽ സമാധാന അന്തരീക്ഷം വേണോ? അത് ശരി, സമാധാന അന്തരീക്ഷം ആരാണ് തകർത്തത്? അല്ല, സുപ്രീം കോടതി തകർത്താന്ന് പറയോ? അങ്ങനെയാണ് സുപ്രീം കോടതി ചോദ്യം ചോദിക്കുന്നവരൊക്കെ കേരള വിരുദ്ധരാണ് എന്ന് പറയുന്ന ചാപ്പക്കുത്തി സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കേട്ടാലേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ. സമാധാനത്തിന് വേണ്ടിയാണ് സർക്കാർ നിലവിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. വ്യക്തമാണ്. അത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സംസാരിച്ച ഒരാളാണല്ലോ. ഞാൻ പറഞ്ഞത് നിലവിൽ ഈ സർക്കാർ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒറ്റവാക്കിൽ രേഖപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ കേരള വിരുദ്ധരാണ്. ശബരിമല കേസ് സുപ്രീം കോടതിയിൽ വരുമ്പോൾ സുപ്രീം കോടതി സർക്കാരിനോട് ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങളുടെ നിലപാട് മാറ്റിയൊന്നും ചോദിച്ചിട്ടില്ല. പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ നിലപാട്. ഒരു വലിയ രാഷ്ട്രീയ ചോദ്യം ഉണ്ടാവില്ല അല്ലേ? രാഷ്ട്രീയ ചോദ്യം നിങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ. മറുപടി പറഞ്ഞാൽ അത്രയും സമയമില്ല എന്ന് തന്നെയാണ് നമുക്കിന്ന് സുപ്രീം കോടതിയിൽ നിന്ന വാർത്ത. സമയമില്ല എന്നറിഞ്ഞപ്പോഴുണ്ടായ ആ ചോദ്യം സ്വാഭാവികമായ ചോദ്യമാണ്. മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് നേരെ പ്രതിപക്ഷത്തിൽ നിന്ന് വന്ന ചോദ്യമല്ല. ഉത്തരത്തിൽ അല്ല, മാധ്യമങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ടെന്ന് ഈ കോൺഗ്രസ് നിലപാടും കൂടെ പറഞ്ഞാൽ മതിയാ കൂടെ. കോൺഗ്രസ് പറഞ്ഞില്ലേ, നിലപാട് പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല, രാഹുലിനോട് പോയി പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടില്ല. നേരെ നിങ്ങൾ രാഹുൽ എല്ലാ കാര്യങ്ങളും രാഹുലും പ്രിയങ്ക പറഞ്ഞിട്ട് ഇവിടെ പിണറായി വിജയൻ മറുപടി പറഞ്ഞാൽ മതി. ഉത്തരത്തിൽ ആശങ്കയോ യെസ് എന്ന് 4.